ഇയാള് വ്യഭിചാരിയായി തന്നെ നിൽക്കുകയാണ് വെച്ചാൽ വലില്ലാഹിരിൽ ഹജർ, വ്യഭിചാരിക്ക് കല്ലാണ് കിട്ടുക, കുട്ടനെ കിട്ടൂല എന്ന് തന്നെയാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട കുട്ടിക്ക് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഒരു വ്യഭിചാരി വന്നപ്പോ, വ്യഭിചാരിയുടെ കുടുംബം വന്നപ്പോ അള്ളാഹു റസൂൽ പറഞ്ഞ വിധി അതനുസരിച്ചാണ് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ ഇസ്ലാം സ്വീകരിച്ച ആളുകൾക്ക്, ബോധ്യപ്പെട്ട ആളുകൾക്ക് അവരുടെ പരലോക ഗുണത്തിനു വേണ്ടിയുള്ള നിയമം. വിവാഹം ചെയ്യൽ അനുവദനീയാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരന്യ സ്ത്രീയെ വിവാഹം ചെയ്യൽ അനുവദനീയമാണ് എന്ന് പറഞ്ഞാൽ ആ അന്യ സ്ത്രീയെ, വ്യഭിചാരത്തിലുണ്ടായ അന്യ സ്ത്രീയെ വിവാഹം ചെയ്തതിന്റെ പേരിൽ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടൂല, ശിക്ഷ കിട്ടൂല എന്നാണ് അതിനർത്ഥം. പരലോകത്ത് ശിക്ഷ കിട്ടുമോ, പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുമോ എന്നാണ് അനുവദനീയമാവുക, നിഷിദ്ധമാവുക എന്ന് പറഞ്ഞതിന്റെ കാര്യം. ഇവിടെ എന്താ നോക്കിയിട്ടില്ല. ഇവിടെ എന്താന്നുള്ളത് നോക്കിയാളുടെ ന്യായാന്യായങ്ങളൊക്കെ എല്ലാവരും ചിന്തിക്കും. അതിനൊക്കെ പരിഹാരങ്ങളും എല്ലാവരും കാണും. നാടിന് പരിഹാരമുണ്ട്, മതപരിഹാരമുണ്ട്, പല നിലയിലും പരിഹാരമുണ്ട്. ആ പരിഹാരങ്ങളല്ല ഇവിടെ വിഷയം. പരസ്യമായി വ്യഭിചരിച്ചു അല്ലെങ്കിൽ രഹസ്യമായി വ്യഭിചരിച്ചു, ആ വ്യഭിചാരത്തിന്റെ കുട്ടിയാണെന്ന് കണ്ടാൽ വ്യഭിചരിച്ച പെണ്ണിന്റെ കുട്ടിക്ക് മാതാവുണ്ട്, മാതാവിന്റെ വഴിക്ക് കുടുംബവുമുണ്ട്, മാതാവിന്റെ കുടുംബക്കാര്, പറാബത്ത്, ആ കുടുംബമുണ്ട്. നെസബില്ലാതെയാകാണ് ഈ കുട്ടി. നെസബില്ലാതെയായ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ പിതാവുമായിട്ട് അതിനെ ചേർക്കാനോ പിതാവാക്കാനോ വയ്യ. DNA ടെസ്റ്റ് പോലുള്ള ടെസ്റ്റുകളെ കൊണ്ടോ ലക്ഷണം നോക്കിയോ ഒക്കെ കുട്ടിനെ ചേർക്കേണ്ടി വരുന്ന ചില സമയത്ത് അത്തരം ലക്ഷണങ്ങൾക്കൊക്കെ പ്രസക്തിയുണ്ട്. അതൊക്കെ അത്തരം കാര്യങ്ങളിലാണ്. അവിടെയൊക്കെ പരിശുദ്ധ ഇസ്ലാം കൈകാര്യം ചെയ്യുന്നുമുണ്ട്. അല്ലാതെ ഒരു പെണ്ണ് പ്രസവിച്ച കുട്ടിന്റെ ബാപ്പ ഏതാണെന്ന് കാണാൻ ബാപ്പ ആരാണ് തീരുമാനിക്കുന്ന ഒരു വ്യവസ്ഥിതി ഇസ്ലാമിനുണ്ട്. ആ വ്യവസ്ഥ പ്രകാരം വ്യഭിചരിച്ചയാൾ കുട്ടിയുടെ ബാപ്പയല്ല. ബാപ്പയല്ലാത്തതുകൊണ്ട് അന്യപുരുഷനാണ്. അന്യപുരുഷൻ അന്യ സ്ത്രീയെ വിവാഹം കഴിക്കുന്ന വിഷയം. വ്യഭിചാരത്തിലെ മകൾ എന്നതിന് പറയാൻ പാടില്ല. വ്യഭിചാരത്തിലെ മകൾ എന്ന ഇടപാടില്ല. വ്യഭിചാരത്തിലെ ശുക്ല ബീജത്താൽ ഉണ്ടായിത്തീർന്ന കുട്ടി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ആ കാര്യം വിവരിച്ചിട്ടുള്ള വാക്ക് എന്നതാ, വ്യഭിചാരത്തിൽ ജനിച്ച കുട്ടി.